മുതിര പൊതുവെ ചൂടായത് കൊണ്ട് തന്നെ നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ സൂപ്പർ ഫുഡാണ് കേട്ടോ. ഇതിൽ പൊതുവെ പ്രോട്ടീൻ, കാൽസ്യം, അയൺ, ഫോസ്ഫറസ്, നാരുകൾ, അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അങ്ങനെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു അളവിൽ മുതിര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് 3-4 വട്ടം കഴുകിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇതിൽ നന്നായിട്ട് കല്ലുണ്ടാവും, പക്ഷേ അരിച്ചിട്ട് ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇത് നല്ല മുതിര, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. മുതിര കുക്കറിലിട്ടിട്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുതിര ഞാൻ നേരത്തെ സോക്കാൻ വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം വേവിക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഓരോ കുക്കറിനനുസരിച്ച് വേവ് വ്യത്യാസം ഉണ്ടാവും. എൻ്റെ കുക്കർ വേഗം വിസിലടിക്കും കേട്ടോ, അതുകൊണ്ട് തന്നെ കുറച്ച് അധികം വിസിലടുപ്പിക്കേണ്ടി വരും കേട്ടോ. ഇവിടെ ഞാൻ 10-12 ഉള്ളി, അതുപോലെ തന്നെ 12ഓളം വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇടികല്ലിലിട്ട് ചതച്ച് തന്നെ എടുക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ്. അരിഞ്ഞെടുക്കരുത്. ഞാനിത് മുഴുവൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുക്കർ തുറന്ന് നോക്കിയിട്ട് അപ്പോൾ നമ്മൾ മുതിര വെന്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വേവ് തോരൻ വയ്ക്കാനും മെഴുക്ക് പുരട്ടി വയ്ക്കാനും കറി വയ്ക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ. ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ വേവ് വേണം കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കല്ലുപ്പും 1 ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അപ്പുറത്തെ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് അവിടെ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ, കുറച്ചുകൂടെ വേവണം. ഇനി നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കൊരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1.5 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഇടരുത്, ഇതിടുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അതുവരെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളൊരു 3 ടീസ്പൂണോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കും. ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി, അത്രയൊക്കെ മതിയാവും കേട്ടോ. ഒരുപാടൊന്നും അങ്ങോട്ട് റെഡ് കളർ ആവേണ്ട ആവശ്യമില്ല ഈ തേങ്ങയ്ക്ക്. ഒരു 3-4 മിനിറ്റിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച മുതിരയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകമാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് എന്താ പറയുക, വെള്ളം ഒഴിക്കാണ്ട് ഡ്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് തോരനാക്കി എടുക്കാം. അതുപോലെ തന്നെ തേങ്ങ ഇടാണ്ടാണെങ്കിൽ ഇത് മെഴുക്ക് പുരട്ടിയാക്കാം. അതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കുകയാണെങ്കിൽ ഇത് കറിയായിട്ടും ഉപയോഗിക്കാം കേട്ടോ. 3-4 രീതിയിൽ നമ്മളിത് ഉണ്ടാക്കും. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കണത് നമ്മുടെ കർക്കിടകത്തിൻ്റെ ഭാഗമായിട്ട് പുഴുക്കായിട്ടാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ നമ്മൾ കർക്കിടക കഞ്ഞിയുടെ കൂടെയും കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണത് എനിക്ക് വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ ചേട്ടന് ഇഷ്ടം, കൊച്ചിന് ഇഷ്ടം. കൊച്ചിതൊക്കെ കഴിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതാണ് നമുക്കൊരു സന്തോഷം കേട്ടോ. ഡ്രൈ ആവാതിരിക്കാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പുഴുക്കായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ പുഴുക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.